ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 2024 ഓഗസ്റ്റിൽ നടന്ന 2024 ഓഗസ്റ്റ് 13 നടന്ന LD ടൈപ്പിസ്റ്റ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ LD ടൈപ്പിസ്റ്റ്, അതേപോലെ സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അതേപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്. ഇതൊക്കെ എല്ലാ പോസ്റ്റിനും കൂടിയിട്ട് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നടന്ന ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഏത് എക്സാമിന് നോക്കുകയാണെങ്കിലും PSC ആണെങ്കിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം ആ ഒരു മോഡലിലാണ് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതിലുണ്ട ടൈപ്പിങ്ങുമായിട്ട് നിങ്ങൾക്കറിയാം, ഇതിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, അതായത് GK ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ അതൊന്നും അധികം ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മെയിൻ പോയിൻറ്റ്സും, അതായത് കണക്റ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളും ആണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലുണ്ട്. സോൾവിറ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ടെലഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് കീ, ലാസ്റ്റാണ് കീ ഉണ്ടാവുക കേട്ടോ. ഫൈനൽ ആൻസർ കീയാണ് ലാസ്റ്റ് ഉണ്ടാവുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ കീ നോക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഭാഗത്തുള്ള കോഡ് ഏതാണെന്ന് നോക്കണം കേട്ടോ. ഇത് കോഡ് A ആണ്. അപ്പോൾ നിങ്ങൾ കീ നോക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, A കോഡാണ്. A കോഡിലാണ് ഫൈനൽ ആൻസർ കീയിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോ ക്വസ്റ്റ്യനായിട്ട് വേറെ സ്ലൈഡിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാണ്, ഓരോ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അറിയാൻ നോക്കുക ആൻസർ. ഓക്കെ, കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 ക്വസ്റ്റ്യൻ ഏകദേശം വന്നിരിക്കുന്നതൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ലെവലെത്തിയവർക്ക് മനസ്സിലാവും, നീതി ആയോഗൊക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആൻസർ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രം ഞാൻ ആൻസറും പറയും, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സും എന്ത് ചെയ്യും, ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൂ ഈസ് ദ പ്രസൻറ്റ് വൈസ് ചെയർമാൻ ഓഫ് നിതി ആയോഗ്? നിതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്നത് സുമൻ ബെറിയാണ്. സുമൻ ബെറി. ഇതിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വൈസ് ചെയർമാനൊക്കെ മാറും കേട്ടോ. വൈസ് ചെയർമാനും അതേപോലെ CEO എന്നുള്ള ഒരു പോസ്റ്റ് കൂടിയുണ്ട് ഇതിൽ. ആ CEOയും വൈസ് ചെയർമാനും മാറി വരുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടൈമിലുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യമാണ്. ഇനി ഇത് മാത്രമല്ല, ഈ നിതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. ഒന്ന്, മുമ്പ് ചോദിച്ചത് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം ഏതാണ്? വളരെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നിതി ആയോഗ് വരുന്നത്. ഒരു ക്വസ്റ്റ്യനിലില്ലേ, ഈ നിതി ആയോഗിൻ്റെ ഫുൾ ഫോം ചോദിച്ചു. നിതി ആയോഗിൻ്റെ ഫുൾ ഫോം, ആ ഫുൾ ഫോം നിങ്ങൾക്ക് ഇപ്പം വായിക്കുമ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും. പക്ഷേ അന്ന് ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തരുമ്പോൾ ഇല്ലേ, ആ ഓപ്ഷനിലുള്ളതൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെയുള്ള ഒക്കെ വരുമ്പോൾ ഇല്ലേ, കറക്റ്റായിട്ട് നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഇതെന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ കേട്ടോ. അപ്പോൾ ഒന്ന് അതിലൊരു ഓപ്ഷൻ ട്രാൻസ്ഫറിങ് എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അവിടെ തെറ്റിപ്പോകും. ട്രാൻസ്ഫോമിംഗ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, അതാണ് നിതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇനി നിതി ആയോഗ്, ഇത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റ് 2015 വേണം, അതേപോലെ ഡേറ്റും വേണം കേട്ടോ. 2015 ജനുവരി 1 ഓക്കെ, 2015 ജനുവരി 1 എന്ത് ചെയ്തത്, നിതി ആയോഗ് നിലവിൽ വരുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളെല്ലാം ഇപ്പോൾ ജനുവരി 1 എന്ത് ചെയ്യും, ന്യൂ ഇയർ ഒരു റെസൊല്യൂഷൻ എടുക്കും അല്ലേ. ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു നിധി കിട്ടണേ എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മളെല്ലാം പോയി ഒരു റെസൊല്യൂഷൻ എടുക്കും. അപ്പോൾ ആ നിധി എന്നുള്ളതും അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ജനുവരി 1 എന്ത് ചെയ്യും, അവിടെ നിങ്ങൾക്കൊരു ഓർമ്മ വരും. ഇനി നിതി ആയോഗ് എന്നുള്ളത് ഒരു ഉപദേശക സമിതിയാണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായിട്ട് ഇതിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണോ എന്താണ്, ഒരു ഉപദേശക സമിതിയാണ് നിതി ആയോഗ് എന്നുള്ളത്. ഇനി നിതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന എല്ലാപ്പോൾ ആരായിരിക്കും, എല്ലാവർക്കും പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പോൾ പ്രധാനമന്ത്രിയെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ഈ വൈസ് ചെയർമാൻ എന്ന് പറയുന്നതിന് പകരം ക്വസ്റ്റ്യൻ ചെയർമാൻ എന്ന് തന്നാലില്ലേ, നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും വരിക. അപ്പോൾ വൈസ് ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ടൈമിൽ അതെന്ത് ചെയ്യും, മാറി വരും. പക്ഷേ ചെയർമാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ ടൈമിൽ ആരാണോ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ, അയാളായിരിക്കും ആ ടൈമിലുള്ള ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി
അപ്പോൾ നിതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. കാരണം നരേന്ദ്രമോദി ഭരണ സമയത്തുള്ള 2015 എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. ഇനി നിതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ആര്? സുമൻ ബെറി എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബെറി എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നിധിയുമായിട്ട് കണക്ട് ചെയ്യുക. സാധാരണ നിധി നിങ്ങൾക്കായി ബെറി എന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഫോം ഉണ്ട് അല്ലേ. ബെറി എന്ന് വെച്ചാൽ ബെറീഡ് എന്ന് വെച്ചാൽ കുഴിച്ചിടുക. അപ്പോൾ നിധിയൊക്കെയാണ് നോർമൽ എന്ത് ചെയ്യുക നമ്മൾ കുഴിച്ചിടുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ സുമൻ ബെറി നിതി ആയോഗ് എന്നുള്ളത് കിട്ടും. ഇനി നിതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ, അതായത് 2015 ഇത് നിലവിൽ വരുമ്പോൾ ആദ്യത്തെ പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അരവിന്ദ് പനഗരിയായിരുന്നു. ഓക്കെ, അത് ഓർത്തോക്കണേ, അരവിന്ദ് പനഗരിയ. ഇനി നിതി ആയോഗിൻ്റെ നിലവിലെ അധ്യക്ഷൻ ഓൾറെഡി എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിലവിലെ ഉപാധ്യക്ഷൻ നടന്ന സുമൻ ബെറിയാണ്. ഇനി വേണമെങ്കിൽ ഇതും കൂടി ഓർത്ത് വെക്കാം, ഇത് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി പഠിച്ചോണേ. നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ കൂടി പഠിക്കണം. ആരാണ്? BVR സുബ്രഹ്മണ്യം. ഓക്കെ, സിഇഒ എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യമാണ് നിലവിലുള്ള സിഇഒ. ഓക്കെ, അപ്പോൾ നിതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേങ്കിൽ ഇത് നിതി ആയോഗ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ആൻസർ കിട്ടുമോ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫേമസ് ഹിന്ദു ടെമ്പിൾ സിറ്റുവേറ്റഡ് ഇൻ ദ വാലി ഓഫ് ബ്രഹ്മഗിരി ഹിൽ. ബ്രഹ്മഗിരി ഹില്ലിലെ ഈ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന, അതായത് നിലനിൽക്കുന്ന ഹിന്ദു ടെമ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ബ്രഹ്മഗിരി ഹില്ല് ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ 1-2 ഫാക്ട്സ് പഠിക്കും. അപ്പോൾ അതുമായിട്ട് അങ്ങ് കണക്ട് ചെയ്തിട്ട് ഗസ് ചെയ്തിട്ട് കുത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണെന്ത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം പളനി ക്ഷേത്രം ഇതൊക്കെ വേറെ നമ്മൾ ചെറിയ ഫാക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. കൊട്ടിയൂരൊക്കെ ബ്രഹ്മഗിരി സ്ഥലത്തല്ല. ആകെ ഇതിൽ ആൻസർ വരിക തിരുനെല്ലി ടെമ്പിളാണ്. തിരുനെല്ലി. കാരണം എന്താണെന്നറിയോ, ഈ ബ്രഹ്മഗിരി ഹിൽ എന്ന് പറയുന്നത് എന്താണ്? ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരയാണിത് ബ്രഹ്മഗിരി മലനിരകൾ. പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ബ്രഹ്മഗിരി മലനിരകൾ. അപ്പോൾ അതായത് പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം വരുന്നതായിരിക്കും കേരളത്തിൻ്റെ വയനാട് ജില്ലേൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു മലനിരകളാണ് ഈ ബ്രഹ്മഗിരി മലനിരകൾ എന്ന് പറയുന്നത്. ഇനി അവിടെയാണ് എന്ത് ചെയ്യുന്നത്? തിരുനെല്ലി ക്ഷേത്രം വരുന്നത് കേട്ടോ, ബ്രഹ്മഗിരി ഹില്ലിൻ്റെ താഴ്വരയിൽ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് തിരുനെല്ലി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ദക്ഷിണ കാശി എന്ന് വിളിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അമ്പലം കേട്ടോ, അത് തിരുനെല്ലി ക്ഷേത്രമാണ്. തെക്കേ ഇന്ത്യയിലെ കാശി അല്ലെങ്കിൽ ദക്ഷിണ കാശി. അപ്പോൾ ദക്ഷിണ കാശി എന്ന് പറയുന്നത് എന്താണ്? തിരുനെല്ലിയാണ്. അപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇതുപോലത്തെ ഒത്തിരി നിക് നെയിംസ് ഉണ്ട്, ഈ ഒരു ക്ഷേത്രങ്ങൾക്കൊക്കെ നിക് നെയിംസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, അത് ചിലതൊക്കെ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമ്മൾ എത്ര കാശ് ദക്ഷിണ കൊടുത്താലില്ലേ, അതൊരിക്കലും തീർന്നു പോകില്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. തിരുനെല്ലി അതങ്ങനെ ഓർത്ത് വെച്ചാൽ അത് എല്ലാമായിട്ട് കണക്ട് ചെയ്യും. എത്ര കാശ് ദക്ഷിണ കൊടുത്താലും പിന്നെ അത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോകില്ല എന്നുള്ള രീതി വെച്ചാൽ തിരുനെല്ലിയും എന്ത് ചെയ്യും, ദക്ഷിണ കാശും തമ്മിൽ എന്ത് ചെയ്യും, ഒരു കണക്ഷൻ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ ഓർത്തുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലേക്ക്? താഴെ തന്നിട്ടുള്ള ഏതാണ് ആർട്ടിഫിഷ്യൽ ലേക്ക്? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കേണ്ട ഭാഗത്തു നിന്ന് സിലബസിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ എടുത്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഓടി വേണം. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? മനുഷ്യനിർമ്മിത. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പേര് മിക്കവാറും അതിനുണ്ടാവും. ഇതിൽ നോക്കിയാൽ മനുഷ്യൻ്റെ പേരിൽ ഏതാ? ദാൽ ലേക്കില്ല, വൂളാറ്, സാമ്പാർ, പിന്നെന്താ ഉള്ളത്? ഗോവിന്ദ്. നോക്കിയേ, ഗോവിന്ദ് സാഗർ. അപ്പോൾ ഗോവിന്ദ് എന്ന് വരുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അപ്പോൾ അത് ഓർത്തുവെക്കേണ്ട ഒരു കാര്യം. ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് വൂളാർ നിങ്ങൾ ഓർത്തുവെക്കണം. കാരണം വൂളാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇത് വൂളാർ തടാകം നടന്നത് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ. അതങ്ങനെ ഓർത്തുവെക്കുക. ശുദ്ധജലത്തിൽ ഏറ്റവും വലുത് ഇതാണെന്നുള്ളത്. നോർമലി നമ്മൾ കൂളർ എന്നുള്ളത് എന്തായിരിക്കും? ശുദ്ധജലമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. വൂളാർ എന്നുള്ളത് എന്താണ്? ശുദ്ധജല തടാകമാണെന്നുള്ളത്. അത് ഏറ്റവും വലുതാണ്. ഇനി വൂളാർ സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ്. അതും കൂടി ഓർത്ത് വെക്കണം. കാശ്മീരിലുള്ള 2 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് വൂളാറും അതേപോലെ ദാൽ തടാകം. ദാൽ ഞാൻ പറയാം. അപ്പോൾ കാശ്മീരിലാണ് എന്ത് ചെയ്യുന്നത്? വൂളാറുള്ളത്. അപ്പോൾ അതും നിങ്ങൾക്ക് കാശ്മീരായിട്ട് കണക്ട് ചെയ്യുക. കാരണം എന്താ? കൂളർ എന്ന് വെച്ചാൽ എന്താ? തണുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ മൈൻഡിൽ ഓടി വരുന്നതെന്ന് കാശ്മീരാണ്. ഇനി രണ്ടാമത്തെ ദാൽ തടാകം. അപ്പോൾ ദാൽ തടാകം കാശ്മീരിലാണ് വരുന്നത്. ഈ ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ടുകൾ, നിങ്ങളെ പലപ്പോഴും ടൂറിസ്റ്റ് എന്തെങ്കിലും പേജൊക്കെ മറിക്കുമ്പോൾ കാശ്മീരിലുള്ള ഏതെങ്കിലും തടാകം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ടാവും, ഒരു ഭംഗിയുള്ള ഹൗസ് ബോട്ട്. ആ ഹൗസ് ബോട്ടിൽ വിളിക്കുന്ന പേരാണെന്ത്? ഷിക്കാര എന്നുള്ളതാണ് ആ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ വേറെ കേട്ടോ.
അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് ഇത് സാമ്പാർ. ഇതൊക്കെ ഓപ്ഷനിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്തിട്ട് പറയുന്നത്. നോക്കിയേ, ദാൽ തടാകം ഇവിടെ കിടക്കുന്നുണ്ട് ഓപ്ഷൻ എയിൽ, രണ്ടാമത്തേൽ വൂളാർ കിടക്കുന്നുണ്ട്, മൂന്നാമത്തേൽ സാമ്പാർ തടാകം കിടക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ തടാകമാണ് ഏറ്റവും കൂടുതൽ ലവണത്വം. ഓക്കെ, ലവണത്തുള്ള തടാകമാണ് ഇത് സാമ്പാർ തടാകം. അതെവിടെയായിരുന്നു വരുന്നത്? രാജസ്ഥാനിലാണ്. അതും നിങ്ങൾക്ക് ഓർമ്മിക്കാം, സാമ്പാറിലാണ് നോർമലി എന്ത് ചെയ്യുക, ഉപ്പ് നന്നായിട്ട് ഇടേണ്ടത് എന്നുള്ള ഓർത്ത് വെച്ചാൽ ലവണത്വം കൂടിയത് അല്ലെങ്കിൽ ഉപ്പ് കൂടിയത് സാമ്പാറിലാണെന്നുള്ളത് അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി സാമ്പാറിന് ഒരു പ്രത്യേകത കൂടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ഈ സാമ്പാർ തടാകം തന്നെയാണ്. ഇനി നമ്മുടെ ആൻസർ ആയിട്ടുള്ളതിൽ ഒന്നുണ്ട്. ആൻസർ ആയിട്ടുള്ളതിൽ ഇവിടെ തന്നിരിക്കുന്ന ആൻസറിൽ നിങ്ങൾ നോക്കിയേ, ഗോവിന്ദ് സാഗർ ലേക്കാണ്. ഇതുപോലെ തന്നെ പേരുള്ള എന്തുണ്ട്, ഒരു ലേക്ക് കൂടി ഉണ്ട്. ഏത്? ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. അതെന്താണ്? അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ്. അതിൻ്റെ ആ ഒരു തടാകത്തിലുള്ള ഡാം എന്നറിയപ്പെടുന്നത് റിഹാന്ത് ഡാം. ഇതൊക്കെ വരുന്നത് ഉത്തർപ്രദേശിലാണ്. എന്നാൽ ഗോവിന്ദ് സാഗർ എന്ന് മാത്രമുള്ള കൃത്രിമ തടാകം വരുന്നത് എവിടെയാണെന്നറിയോ? അത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഇത് രണ്ട് വേറെ തന്നെ ഫാക്റ്റാണ്. അപ്പോൾ ഒരു തടാകത്തിൻ്റെ പേരെന്താണ്? ഗോവിന്ദ് സാഗർ മാത്രമാണ്, മറ്റേത് ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം, റിഹാന്ത് ഡാം വരുന്നത് അവിടെയാണ്. അപ്പം റിഹാന്തിൻ്റെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് വെച്ചിട്ടില്ല, നമ്മളെല്ലാം ഇപ്പോൾ പന്ത് തട്ടുന്നത്, ആ പന്തുമായിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പം ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ ആണെന്നുള്ളത് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഇനി ഉത്തർപ്രദേശ് എന്നുള്ളത് UP എന്ന് വെച്ചാൽ നമ്മൾ പന്ത് തട്ടുന്ന ഇപ്പോൾ എന്താണ്, മുകളിലേക്കാണ്, അപ്പിലേക്കാണ് അല്ലേ? അങ്ങനെ കണക്ട് ചെയ്താൽ ഇത് മൂന്ന് എന്ത് ചെയ്യും, അവിടെ ഒറ്റ കണക്ഷനിൽ തന്നെ എന്ത് ചെയ്യും, അവിടെ നിൽക്കും മൈൻഡിൽ. ഇനി അത് ഹിമാചൽ പ്രദേശിലാണ് ഏത്, ഗോവിന്ദ് സാഗർ. അപ്പോൾ അത് എന്ത് ചെയ്തത്, കൺഫ്യൂഷൻ ആവരുത്, അതുകൊണ്ടാണ് ഞാനത് എന്ത് ചെയ്യുന്നത്, വേറെ തന്നെ എടുത്തിട്ടത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസൈഡഡ് ടു ഒബ്സർവ് 26 ജാനുവരി ഓഫ് എവരി ഇയർ ആസ് ദി ഇൻഡിപെൻഡൻസ് ഡേ? അതായത് എല്ലാ വർഷവും 26 ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതോ ഒരു സെഷനിലാണ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ INC സമ്മേളനം കൂടിയപ്പോൾ ഏതോ ഒരു സെഷനിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് ഏത് സെഷനാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഏത് സെഷനാണ്? ലാഹോർ സെഷനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ഏത്, ഈ ലാഹോർ സെഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിനിറ്റ്, ഇവിടെ പോയി, ലാസ്റ്റിലേക്ക് പോയി. ഓക്കെ, INC ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ ചോദിച്ചിരിക്കുന്ന സെഷൻസ് ഒക്കെ ഇതിനൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ INC സെഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില സെഷൻസ് കുറച്ച് പോയിന്റുകളെ ഓർത്തു കാണുള്ളൂ, പക്ഷേങ്കിൽ എന്ത് ചെയ്യണം, അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചില സെഷൻസ് ഉണ്ട്. അപ്പോൾ ലാഹോർ സെഷൻ എന്താ, ലാഹോർ സെഷന് ഞാൻ എടുത്ത് പറയട്ടോ, ലാഹോർ സെഷൻ നമുക്ക് വരുന്നുണ്ട്. ആദ്യം ഈ ലാഹോർ സെഷൻ തന്നെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ട് അങ്ങ് തുടങ്ങാം. അപ്പോൾ 1929 എന്ത് ചെയ്യുന്നത്, ലാഹോറിൽ വെച്ചിട്ട് INCയുടെ സെഷൻ നടക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് നടന്നത്. ഓക്കെ, അപ്പോൾ ലാഹോർ സെഷൻ്റെ പ്രസിഡന്റ് ആരാണെന്നൊക്കെ അത് തന്നെ എടുത്ത് ചോദിക്കുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഇനി ഈ ലാഹോർ സെഷനിലാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഇത്, ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് INC പൂർണ്ണ സ്വരാജ് പാസ്സാക്കിയത് ഏത് സെഷനിലാണ്? ലാഹോർ സെഷനിൽ. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഏത് തന്നെയാണ്? 1929 ലാഹോർ സെഷനാണ്. സിവിൽ നിയമലംഘനം എന്ന് വെച്ചാൽ എന്താ, ഈ ഉപ്പ് സത്യാഗ്രഹമൊക്കെ വരുന്നില്ല 1930. അപ്പോൾ 1930 ഉപ്പ് സത്യാഗ്രഹം നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, 29 അവർ തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ സമ്മേളനം കൂടിയാണ് ഇത് കേട്ടോ. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിരുന്ന ഫസ്റ്റാണിത്. ഇനി അതിനുശേഷം 1929 ഡിസംബർ 31 എന്ത് ചെയ്യും, ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യും, ഈ ഇന്ത്യൻ പതാക ഉയർത്തുന്നുണ്ട്. അത് ഉയർത്തുന്നത് രവി നദിക്കരയിലാണ്, രവി എന്നുള്ള നദിയുടെ കരയിലാണ് ഉയർത്തുന്നത്. അങ്ങനെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയിട്ട് എന്ത് ചെയ്യുന്നത്, 1930 ജനുവരി 26 മുതൽ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാൻ ചെയ്യുന്നുണ്ട്, പിന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ടുള്ള എല്ലാ ജനുവരി 26 എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 29 ആ ഒരു ലാഹോർ സെഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടി അങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ പോയാ ഓക്കെ. അപ്പോൾ ലാഹോർ സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ വരുന്ന സെക്ഷൻ ഏതൊക്കെയാണ്? ഒന്ന് നാഗ്പൂർ സെഷൻ. നാഗ്പൂർ ഞാൻ പറഞ്ഞു, നാഗ്പൂറിനൊരു പ്രത്യേകത ഉണ്ട്. നാഗ്പൂർ സെഷൻ എന്താ, നാഗ്പൂർ സെഷൻ്റെ പ്രത്യേകത 1920 നാഗ്പൂർ സെഷൻ നടക്കുന്നത്. ഓക്കെ,
വിജയരാഘവാചാര്യരാണ് അന്നത്തെ പ്രസിഡന്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഒന്ന് ഈ പോയിൻ്റാണ്. ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനമാണിത്, 1920 നാഗ്പൂർ സമ്മേളനം. ഇനി അതിനുശേഷം രണ്ടാമത്തെ ഈ പോയിൻ്റ് കൂടി ഓർത്തുക, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകാരം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അംഗീകാരം നൽകിയത് എന്താണ്, ഈ നാഗ്പൂർ സെഷനാണ്. ഇനി കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ വന്നു, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചില്ല. വർക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചു, അത് ഇതാണ്, കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഈ നാഗ്പൂർ സെഷനാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഇനി മൂന്നാമത്തെ നോക്കിയാൽ ബോംബെ സെഷൻ. ബോംബെയിലൊക്കെ ഒത്തിരി സെഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം എടുത്ത് ഞാൻ പറയുന്നില്ല. ഏറ്റവും ഫസ്റ്റ് നടന്നത് ബോംബെയിലാണ്, 1855 ഫസ്റ്റ് സെഷൻ. അന്ന് ആരായിരുന്നു പ്രസിഡന്റ്? WC ബാനർജി ആയിരുന്നു അന്നത്തെ ഫസ്റ്റ് പ്രസിഡന്റ് നടന്നത്. അത് ആദ്യത്തെ സമ്മേളനമാണ്. പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72 പേര് കേട്ടോ, ഓർത്ത് നോക്കണേ. 72 പേരാണ് അന്ന് എന്ത് ചെയ്തത്, പങ്കെടുത്തത്. 1855 INC സമ്മേളനത്തിൽ ഫസ്റ്റ് പങ്കെടുത്തത്. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് നോക്കി, അമരാവതി സമ്മേളനം, അമരാവതി സെഷനും ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ 1897, അതൊന്നും ഓർത്തില്ലെങ്കിലും അമരാവതി സെഷനിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് ഒരു മലയാളി വരുന്നത്. അയാളാണ് ഏത്, ചേറ്റൂർ ശങ്കരൻ നായർ. C ശങ്കരൻ നായർ എന്നാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്ന വ്യക്തി ഏക മലയാളി ഇയാൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, INCയുടെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളൂ. സോ അത് അമരാവതി വെച്ച് നടന്ന INC സമ്മേളനത്തിലാണ്. ഓക്കെ, അത് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അമരാവതിയും C ശങ്കരൻ നായരും ഏക മലയാളിയും തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ അമരാവതിയിലാണ് അമരത്വം സ്വീകരിച്ചത്. അതായത് അമരത്വം വെച്ചാൽ പിന്നെ മറന്നു പോകാത്തത്, ആ ഒരു മലയാളി വന്നതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തില്ല, നമുക്കത് മറക്കരുത് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ആ രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെറിയ കണക്ഷൻ കൊടുത്തിട്ട് ഓർമ്മിക്കണം. കണക്ഷൻ കൊടുത്ത് ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ സമ്മേളനങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എല്ലാത്തിൻ്റെ ഓപ്ഷനും അതിൽ കാണും. അപ്പോൾ അത് തമ്മിലുള്ള എന്ത് ചെയ്യും, തെറ്റി മാറിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുമ്പ് അത്ര പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല അധിക പ്രാവശ്യമൊന്നും. എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വാജിദ് അലി ഷാ, ദ റൂളർ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് വാസ് റിമൂവ്ഡ് ഫ്രം പവർ ബൈ ബ്രിട്ടീഷ് ഇൻ ദ നെയിം ഓഫ് ദി മിസ്റൂൾ അറ്റ് ദ ടൈം ഓഫ് 1857. അതായത് 1857 റിവോൾട്ടിൻ്റെ ടൈമിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ഒരാളെ പുറത്താക്കിയിട്ടുണ്ട്. ആ പുറത്താക്കിയ ആളെ പേരാണ് ഏത്, വാജിദ് അലി ഷാ. അത് ഏത് സ്റ്റേറ്റിൻ്റെ നാട്ടുരാജ്യത്തെ രാജാവായിരുന്നു ഈ വാജിദ് അലി ഷാ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കണേ, ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. ഔദിലെ റൂളറായിരുന്നു ഈ വാജിദ് അലി ഷാ എന്ന് പറയുന്നത്. അപ്പം 1857 വിപ്ലവ കാലത്ത് ഔദിലെ നവാബായിട്ട് അവരോധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഇത്, ഈ ബിർജിസ് ഖ്വാദർ എന്ന് പറയുന്നത് ഈ വാജിദ് അലി ഷായുടെ മകനാണ് ഈ ബിർജിസ് ഖ്വാദർ. ഓക്കെ, ബ്രിട്ടീഷുകാരെ നാട് കടത്തപ്പെട്ട നവാബാണ് ഏത്, വാജിദ് അലി ഷാ. അപ്പോൾ വാജിദ് അലി ഷാ എന്ത് ചെയ്തു, ഇതൊക്കെ റാങ്ക് ഫയലുണ്ട് കേട്ടോ. റാങ്ക് ഫയലുള്ള ഇത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യനാണ്, എല്ലാം അതിലുണ്ട്. അപ്പം വാജിദ് അലി ഷാ ഔദിലെ രാജാവായിരുന്നു. ഈ വാജിദ് അലി ഷായുടെ മകനാണ് ബിർജിസ് ഖ്വാദർ. അങ്ങനെ ബിർജിസ് ഖ്വാദറാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ നാട് കടത്തപ്പോൾ ഔദിൽ പിന്നെ എന്ത് ചെയ്യുന്നത്, രാജാവായിട്ട് വരുന്നത്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചോ. ഈ 1857 എന്ന് പറയുന്നത് ഒത്തിരി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ INC പോലെ തന്നെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞില്ല. ഈ 1857 വിപ്ലവം നടക്കാനുണ്ടായ കുറേ കാരണങ്ങൾ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഒന്ന് ദത്തവകാശ നിരോധന നിയമമാണ്. ഓക്കെ, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഏത് ഇയറിലാണെന്നുള്ളത് നിങ്ങൾ ഓർത്തോക്കണം. അതിനാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. 1848 എന്ത് ചെയ്യുന്നത്, ദത്തവകാശ നിരോധന നിയമം നിലവിൽ വരുന്നത്. ഈ റിവോൾട്ട് നടക്കുന്നത് 1857 അതായത് ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോൾ. ഇനി അത് അടുത്ത ഇതിൽ ഓർത്തോക്കേണ്ട ഇയർ നടന്നത് 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമമാണ്. ഓക്കെ, അതും ഇതിനൊരു കാരണമായിട്ടുണ്ടായിരുന്നു. ഏതിന്, 1857 വിപ്ലവത്തിന് കാരണമായിട്ടുണ്ടാകും. അപ്പോൾ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1856 ആൻസർ. ഇനി 1856 തന്നെ ഒന്നുകൂടി ഓർത്തോക്കണം, എന്താണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ഇതും ചോദിച്ചാണ് ക്വസ്റ്റ്യൻ. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്നുള്ളത്, അതും 1856 തന്നെയാണ്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് വേറെ കുറേ കാരണങ്ങൾ കാണാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനേ ഉള്ളൂ.
അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു 1857 വിപ്ലവത്തിലേക്ക് എന്ത് ചെയ്യുന്നത് നയിക്കുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഇൻ സപ്പോർട്ട് ഓഫ്. അതായത് മന്നത്ത് പത്മനാഭൻ ഏത് സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ് സവർണ ജാഥ നടത്തിയതെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ഫാക്ടർ പഠിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ഇത് തന്നെയാണ് പഠിക്കുക. ഏതാ ആൻസർ? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത് സവർണ ജാഥ നടത്തുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ ഐക്യത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടി അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടി സഞ്ചരിക്കാനുള്ള അവകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമരം നടക്കുന്നത്. ഇനി അപ്പോൾ 1924 എന്ത് ചെയ്യുന്നത് സമരം ആരംഭിക്കുന്നത് കേട്ടോ. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1924 മാർച്ച് 30 മാർച്ച് 24 എന്താണ് ഓർത്തോക്കണം സമരം ആരംഭിക്കുന്നത്. ഇത് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്, കോട്ടയത്താണ് ഈ വൈക്കം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഈ വൈക്കം മഹാദേവ ക്ഷേത്രം ഏത് കായലിൻ്റെ തീരത്താണെന്നുള്ളത്, വേമ്പനാട് കായലിൻ്റെ തീരത്താണ് എന്ത് ചെയ്യുന്നത് ഈ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നടന്നത് ഒന്ന് TK മാധവൻ, K കേളപ്പൻ, ഓക്കെ, CV കുഞ്ഞിരാമൻ, KP കേശവനും. ഇതിൽ പുറത്തു കണ്ടത് എന്താണ്? ഒന്ന് TK മാധവൻ തന്നെയാണ്. ഓക്കെ, TK മാധവനും അതേപോലെ K കേളപ്പനും. റെഡിയാണേ, ഇത് ഓർത്ത് നോക്കണേ. ഇതിൽ പിന്നെ ഇതിലുള്ളത് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യനില്ലേ സവർണ ജാഥ. അപ്പോൾ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈക്കത്തുനിന്ന് എന്ത് ചെയ്യുന്നു തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ സവർണ ജാഥ എന്ന് പറയുന്നത്. അതെപ്പോഴാണ് നടക്കുന്നത്? അത് 1924 തന്നെയാണ് നടക്കുന്നത്. കാരണം 24 തന്നെയാണല്ലോ ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 നവംബർ 1 സവർണ ജാഥ നടക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ. ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിക്കും. അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഈ സവർണ ജാഥ നടത്തുന്നത്. ഈ സവർണ ജാഥ വേറൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ കൂടി നടത്തുന്നുണ്ടായിരുന്നു. അതായത് നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വേറൊരാൾ നടത്തി. അയാളാണ് ഏത്? ഈ M.E. നായിഡു. ഓക്കെ, M.E. നായിഡു നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആരാണ്? M.E. നായിഡു. നമ്മുടെ ഈ മന്നത്ത് പത്മനാഭൻ നടത്തിയത് എവിടുന്ന? വൈക്കത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് കേട്ടോ, മാറിപ്പോയത്. ഇനി സവർണ ജാഥയുടെ അവസാനം ഈ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ആർക്കാണ് നിവേദനം കൊടുക്കുന്നതെന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ആർക്കാ? സേതു ലക്ഷ്മി ബായിക്കാണ്. ഓക്കെ, അന്നത്തെ റൂളർ സേതു ലക്ഷ്മി ബായിക്കാണ് എന്ത് ചെയ്യുന്നത് നിവേദനം കൊടുക്കുന്നത്, സവർണ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം കൊടുക്കുന്നത്. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ റോട്ട് ദി ഫേമസ് ബുക്ക് പ്രാചീന മലയാളം? പ്രാചീന മലയാളം എന്നുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്ക് ആരാണ് രചിച്ചിരിക്കുന്നത്? പ്രാചീന മലയാളമൊക്കെ ചോദിച്ച് PSC എന്ത് തഴമ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ചട്ടമ്പി സ്വാമികൾ നിർബന്ധമാണ്. ചട്ടമ്പി സ്വാമികളുടെ ബുക്കാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ പഠിക്കേണ്ട കുറച്ച് ബുക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ റാങ്ക് ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 ബുക്ക്സ് കാണാം. എല്ലാം ഒന്നും വേണ്ട, ഇതിൽ പഠിക്കേണ്ട ബുക്ക്സ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ചട്ടമ്പി സ്വാമികളുടെ ഒന്ന് അദ്വൈത ചിന്താ പദ്ധതി. ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി. പിന്നെ ഒന്നത് മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം. ഓക്കെ, ആ നിരൂപണത്തിൽ തന്നെ നിങ്ങൾക്കൊരു 3 ഇവിടെ പഠിക്കണം. ഏതൊക്കെയാണ്? ജീവകാരുണ്യം, വേദാധികാരം, അതേപോലെ ക്രിസ്തുമതം. ഓക്കെ, ആ 3 അതിൽ. ഇനി പ്രാചീന മലയാളം, ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ പ്രാചീന മലയാളം. ഇതാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചേക്കണ്ടേ. ഇതിൽ വേറെതൊന്നും അധികം ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഇതിലുള്ള ബാക്കി ബുക്കുകളൊന്നും. വേണമെങ്കിൽ നിങ്ങൾ ആദ്യ ഭാഷയും കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി ഇതിലുള്ള ഇതൊക്കെ ഞാൻ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടേ. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടമ്പി സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് 1-2 ഫാക്ടറുകൾ പറഞ്ഞുതരാം. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികളാണ്. ഇനി ഷൺമുഖദാസ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ അല്ലെ ശ്രീ ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും ആര് തന്നെയാണ്? ഈ ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ഇനി മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ഈ സ്വാമി വിവേകാനന്ദൻ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതും മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ആരെ പറ്റിയാണ്? ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഓർത്തോക്കണേ, ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഇനി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും ആര് തന്നെയാണ്? ഓക്കെ, ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളും പഠിച്ച് പിന്നെ 2-3 എക്സ്ട്രാ ഫാക്റ്റുകളും പഠിച്ചു. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ഓഫ്
2022 2022 ഫിഫ മെൻസ് പ്ലെയറിൻ്റെ ബെസ്റ്റ് മെൻസ് പ്ലെയർ ആരായിരുന്നു ക്വസ്റ്റ്യൻ. മെസ്സി ആയിരുന്നു ആ ടൈമിൽ കേട്ടോ. ഇത് നിങ്ങൾ കറണ്ട് അഫെയർ മാറുന്നതിനനുസരിച്ച് മാറും. ഇപ്പോൾ അടുത്ത ഫിഫ വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു നോക്കണം. ഇനി അടുത്ത ഫിഫ വന്നു കഴിഞ്ഞാൽ എഴുതുന്ന എക്സാമ്പിളിൽ അതെന്ത് ചെയ്യും, അത് അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കണം. ഇനി ഫിഫയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് ഫിഫയുടെ ആസ്ഥാനം. അത് ഓർത്തോക്കണം. 1904 എന്ത് ചെയ്യുന്നത് ഫിഫ നിലവിൽ വരുന്നത്. ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം കറണ്ട് അഫെയർ ആയതുകൊണ്ട് ചിലപ്പോൾ മാറാം. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അതൊന്ന് നോക്കിയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നോക്കിയതാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ ടൗൺ ലൊക്കേറ്റഡ് ഓൺ ദ കോൺഫ്ലുവൻസ് ഓഫ് റിവർ ഭഗീരഥി ആൻഡ് അളകനന്ദ. അളകനന്ദയും ഭഗീരഥിയും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലത്ത്, കോൺഫ്ലുവൻസ് ആ ചെയ്യുന്ന സ്ഥലത്തുള്ള ആ ടൗൺ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. ഗംഗ, ഓക്കെ, ഗംഗ എന്നുള്ള ഭാഗം ടോപ്പിക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഗംഗ എന്നുള്ള റിവർ സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഭഗീരഥി അളകനന്ദയും കൂടി കൂട്ടുമുട്ടുന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താ, ദേവപ്രയാഗ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇതിൽ. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്തായിരുന്നു വരേണ്ടത്, ദേവപ്രയാഗ് വന്നിട്ടുണ്ടെങ്കിൽ അതായിരുന്നു ആൻസറായിട്ട് വരിക. ഓക്കെ, ഇങ്ങനെ ഓർത്തൊക്കാൻ അറിയാം. കാരണം ഇതിലെല്ലാം പ്രയാഗ് എന്ന് വരുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആവും. അത് ഞാൻ സിമ്പിളായിട്ട് ഓർത്തൊക്കെ ഒരു കോഡ് പറഞ്ഞുതരാം. ABCD എന്നിട്ട് ആ സി അങ്ങ് വെട്ടിക്കളയാം. അപ്പോൾ അളകനന്ദയും അതേപോലെ ഭഗീരഥിയും കൂടി കൂടിച്ചേരുന്നത് D തുടങ്ങുന്ന ഒരു സ്ഥലത്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏത്, ദേവപ്രയാഗിൽ. കാരണം വേറൊന്നും അതുപോലെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ABയും കൂടിച്ചേരുന്നത് D എന്നുള്ളൊരു സ്ഥലത്താണ്. അളകനന്ദയും ഭഗീരഥിയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്, ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ഇനി ഗംഗ, യമുന, സരസ്വതി, അതായത് ത്രിവേണി സംഗമം എന്ന് പറയും. സരസ്വതി റിവർ ഇപ്പോൾ എന്ത് ചെയ്യുന്ന മറഞ്ഞുപോയ റിവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് 3 കൂടി യോജിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ത്രിവേണി സംഗമം എന്ന് പറയുന്നത് പ്രയാഗിൽ വെച്ചിട്ടാണ് കേട്ടോ. പ്രയാഗ്രാജ്, പ്രയാഗ് എന്നൊക്കെ അറിയാം. ഇതും ഇമ്പോർട്ടൻ്റാണ്. ഇനി അളകനന്ദയും അതേപോലെ മന്ദാകിനി എന്നുള്ള റിവറും അത് രുദ്രപ്രയാഗിലാണ്. ഇനി അളകനന്ദയും പിണ്ടാറും കർണപ്രയാഗിൽ, അതേപോലെ അളകനന്ദയും ധൗളിഗംഗയും വിഷ്ണുപ്രയാഗ്. കാരണം ഇത് ഓപ്ഷനിലുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി അതും കൂടി ഒന്ന് ഓർത്തുക്കണം. കാരണം ഓപ്ഷൻ എയിൽ രുദ്ര വരുന്നുണ്ട്, സിയിൽ വിഷ്ണുപ്രയാഗ് വരുന്നുണ്ട്, ഡിയിൽ കർണപ്രയാഗ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓപ്ഷൻ എടുക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം. അതായത് ഇതൊക്കെ ഫാക്റ്റുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യുക, എടുത്ത് ചോദിക്കാം. അപ്പോൾ അളകനന്ദയും എല്ലാത്തിൻ്റെയും അളകനന്ദയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അളകനന്ദയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത്, ഇപ്പോൾ മന്ദാകിനിയും അളകനന്ദയും വരുന്നത് എവിടെയാണ്, രുദ്രപ്രയാഗ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് കണക്ട് ചെയ്യുക. റെഡി. ഇനി ഭഗീരഥിയുടെ കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്ത്, ഗംഗാ നദി. അങ്ങനെ ഉത്ഭവിക്കുമ്പോൾ ഗംഗ, ആ ഉത്ഭവ സ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്ന പേരാണിത്, ഭഗീരഥി എന്നുള്ളത്. ഇനി ഈ ഭഗീരഥി, അളകാനന്ദ, മന്ദാകിനി, ധൗളി, ഗംഗ, പിണ്ടാർ ഇവയൊക്കെ എന്താണ്, ഗംഗയുടെ ആ ഒരു ഉൽപ്പത്തിയിൽ വരുന്ന 5 നദികളാണ്. അപ്പോൾ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് പറയും. ഉൽപ്പത്തിയിൽ നോക്കുക ഒരു 5 നദികളായിട്ട് ഇത് ഒഴുകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോന്നിരുന്നാണ്, ആ 5 നദികളാണ് ഈ ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി, ഗംഗ, പിണ്ടാർ എന്നൊക്കെ പറയുന്നത്. ഇനി അളകനന്ദ ഉത്ഭവിക്കുന്നത് സദോപാന്തി ഹിമാനിയിൽ കേട്ടോ. ഒന്ന് ഫസ്റ്റ് ഓർത്ത് വെച്ചോ. കാരണം അളകനന്ദയും ഭഗീരഥിയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉത്ഭവ സ്ഥാനത്ത് അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അത് രണ്ടും ആ പേരുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വൺ ദ 52nd ഓടക്കുഴൽ അവാർഡ്. 52ാമത്തെ കാരണം 52ാമത്തെ എന്നൊക്കെ ചോദിച്ചാലല്ലേ, നിങ്ങൾ ഏത് ഇയർ പഠിച്ചാലും അവിടെ കുഴപ്പമുണ്ട്. കാരണം ഏത് ഇയറിലാണെന്ന് പഠിച്ചാൽ മാത്രം പോരാ. എന്താ, ചിലപ്പോൾ അത് 2021 20 ആവാം. സോ അത് എത്രാമത്തെ ആളാണെന്ന് കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് നോക്കണം. ഓക്കെ, ഇതിന് ആൻസർ നടന്നത് അംബികാസുധം മങ്ങാടാണ്. പക്ഷേ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തൊരു എക്സാം ഒക്കെ വരുമ്പോഴേക്ക് ചിലപ്പോൾ ഓടക്കുഴൽ അവാർഡ് അടുത്ത കൊടുത്തിട്ടുണ്ടാവും. സോ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, മാറ്റി പഠിച്ചോണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി ഈ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ആരാണെന്നുള്ളതാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത്. അത് ഏർപ്പെടുത്തിയത് ജി ശങ്കർക്കുറുപ്പ്. അത് നിങ്ങൾക്ക് കണ്ട ഓടക്കുഴൽ ജി ശങ്കർക്കുറുപ്പിൻ്റെത്, അത് ആ രീതിയിൽ എന്ത് ചെയ്യും, കിട്ടും. ഇനി ആദ്യമായിട്ട് ലഭിച്ചത് ഓടക്കുഴൽ അവാർഡ് ആദ്യമായിട്ട് കൊടുത്തത് 1969 അത് കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, വെറുതെ എടുത്തിട്ട് ഫാക്റ്റില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് മാത്രം എടുത്തിട്ട് ആ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇതിൽ ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നത്. ഇതൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഫാക്റ്റുകൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓടക്കുഴൽ എന്ന് നമ്മളെപ്പോഴും കാണുന്ന എന്താ, ആരാണ്, കണ്ണനല്ലേ, കണ്ണനാണ് ഓടക്കുഴൽ വായിക്കുന്നത് അല്ലേ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കണക്റ്റൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി വെണ്ണ കട്ട് കഴിക്കുന്നത് ആരാണ്, കണ്ണനാണ്. ആ രീതിയിൽ എന്ത് ചെയ്യണം,
നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതേപോലെ പുതിയ ആളുകൾ വരുമ്പോൾ ആ പുതിയ ആളുകളായിട്ട് ഈ ഓടക്കുയിൽ അല്ലെങ്കിൽ കണ്ണനുമായിട്ട് എന്ത് ചെയ്യുക അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് പഠിക്കുക, അങ്ങനെയാണ് GK ഒക്കെ പഠിക്കേണ്ടത്. കാരണം നമുക്ക് ഓപ്ഷനിലുള്ളപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ കത്തിയാൽ മതി. കാരണം ബൈ ഹാർട്ടാക്കിയിട്ട് എഴുതുന്നതല്ലല്ലോ, ഓപ്ഷനിൽ കാണുമ്പോൾ ആൻസർ അതിൽ നിന്ന് കിട്ടണം, നോക്കുമ്പോൾ കിട്ടണം, അത്രയും വേണ്ട. അപ്പോൾ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പാർട്ടിൽ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാം ചാനലുണ്ടാവും. ബാക്കി മറ്റ് പാർട്ടുകൾ ലഭിക്കാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ താഴെയുള്ള വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അപ്പം നിർത്തണം. ഓക്കെ, ബൈ.